ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സ് ആണ്. അതിൽ തന്നെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു? കറണ്ട്, വൈദ്യുതി ഡിസ്കസ് ചെയ്തു, റെസിസ്റ്റൻസ്, പ്രതിരോധം ഡിസ്കസ് ചെയ്തു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെഫിനിഷൻ പറഞ്ഞ് നിർത്തുകയായിരുന്നു. സോ നമ്മളിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിപ്പിക്കും, അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ജൂൾസ് ലോ ആയിരിക്കും. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്ന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ആക്ച്വൽ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വയർ കൺസിഡർ ചെയ്യാം. XY എന്ന് പറയുന്ന ലെങ്ത് ആണെന്ന് വിചാരിക്കുക. ഒരു XY എന്ന് പറയുന്ന ഒരു വയർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, വയറിൻ്റെ നീളം XY ആണെന്ന് കരുതുക. ഈ വയറിൽ നമുക്ക് രണ്ട് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ പോയിന്റിനെ നമുക്ക് A എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ നമുക്ക് B എന്ന് വിളിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വൈദ്യുതി കറണ്ടിനെ പറ്റി പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? എവിടെയൊക്കെ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും, അതായത് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇവിടെ ഞാൻ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ചാർജിനെ തള്ളി മാറ്റി Aയിൽ നിന്നും Bയിലേക്ക് എത്തിക്കണം. അവിടെ ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ഈ വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ എത്തിക്കാൻ വേണ്ടുന്ന വർക്കിനെയാണ് എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന V ഈസ് ഈക്വൽ ടു എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു, വർക്ക് ഡിവൈഡഡ് ബൈ Q. എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. അതായത് ഒരു ചാർജിൽ ചെയ്യപ്പെടുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു വയറിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ, എന്തിനെ എത്തിക്കാൻ? ചാർജിനെ എത്തിക്കാൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ആ വർക്കിനെ നമ്മൾ എന്ത് പറയുന്നു? പൊട്ടൻഷ്യൽ വ്യത്യാസം. ജസ്റ്റ് അതിൻ്റെ യൂണിറ്റ് ഒന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്തായിരുന്നു? വോൾട്ട്. പക്ഷേ ഒരു യൂണിറ്റും കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും. എന്തായിരുന്നു അത്? ഈ ഫോർമുലയിൽ നിന്ന് പറഞ്ഞു തരാമല്ലോ. വർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, എന്തായിരുന്നു? ജൂൾ. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ. ചാർജിൻ്റെ യൂണിറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എന്തായിരുന്നു? കൊളം. അപ്പോൾ എന്ത് പറയും? ജൂൾ കൊളം റൈസ് ടു -1. ഇങ്ങനെ കണ്ടാൽ അതിൻ്റെ എന്താണ്? ഇങ്ങനെ കണ്ടാലും എന്താണെന്ന് മനസ്സിലാക്കിക്കോണം. ഇപ്പം 5 വോൾട്ട് എന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ വ്യത്യാസം. 5 ജൂൾ കൊളം റൈസ് ടു -1 എന്ന് കണ്ടാലും നമ്മൾ എന്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലാസ്റ്റ് ഇയറൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് തന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ചേരുംപടി ചേർക്കാനായിട്ട്. സോ യൂണിറ്റിൽ ജൂൾ കൊളം റൈസ് ടു -1 ഉണ്ടായിരുന്നു. അപ്പം പൊട്ടൻഷ്യൽ വ്യത്യാസമായിട്ട് ചേർത്ത് എഴുതുന്നായിരുന്നു. അപ്പോൾ പലരും അത് തെറ്റിച്ചിരുന്നു, കാരണം വോൾട്ട് മാത്രമാണ് അവർ ശ്രദ്ധിച്ച് പഠിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് അവർ എന്ത് ചെയ്തു? മിസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇതേ XY എന്ന് പറയുന്ന നീളം ഉള്ള വയറിനെ നമുക്ക് വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാം. XY നീളമുള്ള വയറിനെ, എന്നിട്ട് നമുക്ക് അതിനെ എന്താക്കി മാറ്റാം? ഒരു സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് മാറ്റാം. സർക്യൂട്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നു. നമുക്കറിയാം ഒരു 2 വോൾട്ട്, ഒരു 5 വോൾട്ട് ഇരിക്കട്ടെ, 5 വോൾട്ടിൻ്റെ ഒരു സെല്ല് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഒഴുകുക? പ്ലസ് മൈനസ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും എന്തൊഴുകുക? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും എന്തൊഴുകുക? കറണ്ട് ഒഴുകുക. അപ്പം എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കറണ്ട് ഒഴുകുന്നത്? പ്ലസ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണെന്ന് മനസ്സിലായി. വയറിൻ്റെ ലെങ്ത് XY ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് A എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, B എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മളൊരു ചാർജിനെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ സംഗതിയെ, ഈ വയറിനെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നു? ഒരു സർക്യൂട്ടിലേക്ക് കൊണ്ടുവന്നു, അല്ലേ? അപ്പം അവിടെ സപ്ലൈ ചെയ്യുന്ന, ആ വർക്ക് സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? ആ സെല്ലായിരിക്കും, ശരിയല്ലേ? കാരണം അതല്ലേ 5 വോൾട്ട് എന്നല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ വർക്ക്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ആരാണ്? അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൊടുക്കുക, സെല്ലാണ് കൊടുക്കുക, ബാറ്ററിയാണ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ പറയില്ലേ പവർ സപ്ലൈഡ് എന്ന് പറയില്ലേ? അപ്പോൾ ഇതിനകത്ത് അയാൾ സപ്ലൈ ചെയ്ത പവർ എത്ര ആയിരിക്കും എന്നറിയാമോ? പവർ സപ്ലൈഡ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ
സമയം, എത്ര നേരത്തേക്ക് നമ്മൾ ആ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ പവർ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും പവർ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പവർ സപ്ലൈഡ്, അയാൾ എത്ര നേരത്തേക്ക് അയാൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഏത് വർക്ക് കണ്ടിന്യൂ എന്ന് ഓർക്കണം, എന്താണ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ എത്തിക്കാനുള്ള വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വർക്ക് സപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ഫോമിൽ ഒന്നുകൂടി എഴുതാം. വർക്ക് ഡൺ പെർ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ നിന്നും നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ. എങ്ങനെയുണ്ടാവും, വർക്ക് ഈസ് ഈക്വൽ ടു ഈ ക്യൂ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, വി ഇൻറ്റു ക്യൂ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇൻറ്റു ചാർജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ പറഞ്ഞെന്തായിരുന്നു, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. ഈ വർക്കിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം, വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ടി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതിനുശേഷം എന്തെഴുതാം, വി ഐ. അപ്പം പവർ സപ്ലൈഡ് ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടുന്നുണ്ടോ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഇസ് ഈക്വൽ ടു വി ഐ. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. പവർ ഇസ് ഈക്വൽ ടു വി ഐ. ആ സർക്യൂട്ടിൽ സെല്ല് ചെയ്ത പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ വ്യത്യാസം ഇൻറ്റു വൈദ്യുതി പ്രവാഹം. പവർ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറണ്ട് ഫ്ലോഡ്. അതാണ് പി ഇസ് ഈക്വൽ ടു വി ഐ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കറണ്ട്, നമ്മളൊരു വൈദ്യുതി നമ്മളൊരു ചാലകത്തിലൂടെ കണ്ടക്ടറിലൂടെ കടത്തി വിടുകയാണെന്ന് കരുതുക. അതൊരു നിശ്ചിത സമയത്തേക്കാണ് ഞാൻ കടത്തിവിട്ടേ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ചാലകത്തിലൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ, അവിടെ കുറച്ച് താപം അനുഭവപ്പെടുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഹീറ്റ് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിനി അടുത്ത ടോപ്പിക്ക് പഠിക്കുക. എന്താണ് അടുത്ത ടോപ്പിക്ക്, എന്താണ്, ജൂൾസ് ലോ. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ, ഒരു കണ്ടക്ടർ ഒരു ചാലകത്തിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിടുന്നു, കുറച്ച് നേരത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ എന്ത് അനുഭവപ്പെടുന്ന പറഞ്ഞാൽ ഹീറ്റ് അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ് അല്ലേ, താപം എന്ന് പറഞ്ഞാൽ താപോർജ്ജം എന്ന് പറയും അല്ലേ. സോ ഒരു എനർജി അവിടെ അനുഭവപ്പെടുന്നുണ്ട്, ആ എനർജി എന്താണ്, ഹീറ്റാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ടോപ്പിക്കിലേക്ക് കടക്കാം, ജൂൾസ് ലോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത്, ഈ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനർജിയാണ് അല്ലേ. എനർജിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഹീറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവർ എന്താണെന്ന് ഇപ്പോൾ പഠിച്ചു, വി ഇൻറ്റു ഐ, അതിൻ്റെ കൂടെ ടി. സോ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, വി ഐ ടി. എപ്പോഴാണ് ഈ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ, നമ്മളൊരു കണ്ടക്ടറിലൂടെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു സെല്ല് ഉപയോഗിച്ച് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് നമ്മളത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ആ കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരു ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണക്കാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തന്നെ. ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. താപം എന്ന് പറയുന്നത് താപോർജ്ജം എന്ന് പറയുന്നുണ്ട് അല്ലേ. താപോർജ്ജം ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. സോ എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. പിയുടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ഇൻറ്റു ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കയറാം, ജൂൾസ് ലോയിലേക്ക് കയറാം. ഇനി എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു കാര്യം പറയാണ്, എന്താണ്, ഓംസ് ലോ. ഓംസ് ലോ എന്താ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് ഇയറേ നമ്മൾ പഠിച്ചതാണ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ. ഇതാണ് നമ്മൾ പഠിച്ചത് എന്ത്, ഓംസ് ലോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിരോധം ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ വൈദ്യുതി പ്രവാഹം. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഇതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് പറയാമോ. വി ഇസ് ഈക്വൽ ടു ഐ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഐ ആർ. വി ഇസ് ഈക്വൽ ടു എന്ത് വരും, ഐ ആർ എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ സാധിക്കുമെന്ന് അറിയാമോ, ഈ വി ഐ ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ വിയുടെ സ്ഥാനത്ത് എന്തെഴുതിയാൽ മതി, ഐ ആർന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനത് ബ്രാക്കറ്റിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഐ ഇൻറ്റു ടിയും വരും. സോ ഹൗ മെനി ഹൈ ഈസ് ദർ, രണ്ടെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഐ ഇൻറ്റു ഐ എങ്ങനെ എഴുതാം, ഐ സ്ക്വയർ. 6 താഴോട്ട് ഇറക്കുന്നു,
ടിയും താഴോട്ടിറക്കുന്നു. സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർമുല എന്തിൻ്റെ? ജൂൾസ് ലോയുടെ H=I²RT. അപ്പം H എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? 3 ഘടകങ്ങളെ ആശ്രയിച്ച് ഇരിക്കുന്നു. ഓക്കെ, എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? 3 ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? വൈദ്യുതി പ്രവാഹം, കറണ്ട്, മറ്റൊരു ഘടകം ഫാക്ടർ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സമയദൈർഘ്യം, എത്ര നേരത്തേക്ക് നമ്മൾ ആ ചാലകത്തിലൂടെ കറണ്ട് കടത്തിവിടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവിടെ അനുഭവപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ജൂൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എത്ര ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, മാത്തമാറ്റിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം, അത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. H=I²RT. ഇതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഐ എന്ത് തന്നെയാണ്? ഐ ആണ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? 2R കൊടുക്കണം. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ഞാനൊരു 2R കൊടുത്തു. 2R കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ബ്രാക്കറ്റ് കൊടുത്ത്, നിങ്ങൾക്ക് തെറ്റത്തില്ല. അതിനുശേഷം ടി തന്നെ, ടി തന്നെ അല്ലേ? അതെ. ഓക്കെ, അപ്പം I² 2RT അല്ലേ? അപ്പോൾ ഞാൻ ഈ നമ്പറിന് ആദ്യം എഴുതുന്നു 2, അതിനുശേഷം ബാക്കി വന്നത് എടുത്തെഴുതാന്ന് വെച്ചാൽ I²RT. ഓക്കെ, I²RT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു? H ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പം റെസിസ്റ്റൻസിൽ ആദ്യം എന്തായിരുന്നു? 6 ആയിരുന്നു. അതിനുശേഷം 6നെ എന്താക്കി മാറ്റി? 2R ആക്കി മാറ്റി. 2R ആക്കി മാറ്റിയപ്പോൾ പുതിയ ഹീറ്റ് എന്താണെന്ന് റെസിസ്റ്റൻസ് മാറ്റുന്നുണ്ട് ഞങ്ങൾ, അതാണ് അവർ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്കലി എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ മീനിങ്ങാണ് പറഞ്ഞു തരുന്നത്. അതായത് ആദ്യം കടത്തിവിടുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, നമുക്ക് അനുഭവപ്പെടുന്ന പ്രതിരോധം റെസിസ്റ്റൻസ് 6 ആണ്. ഇത്ര നേരത്തേക്കാണ്, T നേരത്തേക്കാണ് നമ്മൾ കടത്തിവിടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ H=I²RT എന്ന് പറയും. നിമിഷ നേരം കൊണ്ട് ഒന്ന് സംഭവിച്ചു. എന്ത്? അതിൻ്റെ പ്രതിരോധം അവർ നേരെ ഇരട്ടിയാക്കി. എന്ത് ചെയ്തു? ഡബിൾഡ് എന്ന് പറയും. അതായത് ഇപ്പോൾ 2 ആണെങ്കിൽ 4 ആക്കി, 4 ആണെങ്കിൽ 8 ആക്കി, 10 ആണെങ്കിൽ എന്താക്കി? 20 ആക്കി. ദേ ആർ ഡബിളിങ് ദ പ്രീവിയസ് വൺ. അപ്പോൾ നേരത്തെ 6 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താക്കി? 2R ആക്കി. അപ്പോൾ 2R എന്ന് കേട്ടാൽ എന്താണെന്ന് മനസ്സിലാക്കി, കാരണം ഡബിൾ ചെയ്യുകയാണെന്നുണ്ട്. അപ്പോൾ 6ന് വരെ നമ്മൾ എന്ത് കൊടുത്തു? 2R കൊടുത്തു. സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് നമ്മൾ ഇരട്ടിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? പുതിയൊരു ഹീറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആദ്യം ഉണ്ടായത് H ആണെങ്കിൽ പുതിയതിനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം H1 എന്ന് എടുത്തു. ആദ്യം H ആണെങ്കിൽ പിന്നീട് ഒരു മാറ്റം സംഭവിച്ചപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള താപം എന്ന് പറയുന്നത് വളരെ മാറ്റമുള്ളതായിരിക്കും അല്ലേ? അത് തിരിച്ചറിയാൻ വേണ്ടി H1 എന്ന് കൊടുത്തു. അപ്പം പുതിയ H1 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നേരത്തെ ഉണ്ടായതിനെയും കാട്ടിയും ഇരട്ടിയാണ്. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. H1 = 2 × H. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ എന്ത് എഴുതുന്നറിയോ? 2H. അപ്പോൾ പുതിയ ഹീറ്റ് എന്താണ്? നേരത്തെ ഉണ്ടായതിനെയും കാട്ടിയും ഇരട്ടിയാണ്. സോ സിമിലർ വേ നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3, 4 ഈ 4 പ്രോബ്ലംസ് നമ്മൾ ഇതുപോലെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരികയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, ഇനി ഞാൻ പറയുന്നു, ഇത് ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ അവസ്ഥയിൽ I അങ്ങനെ തന്നെ നിൽക്കുന്നു, R അതുപോലെ തന്നെ ഉണ്ട്, T അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്ത താപം എന്ന് പറയുന്നത് എന്താണ്? H ആണ്. അപ്പോൾ ഇനി അവരെന്തോ മാറ്റുന്നുണ്ടല്ലേ? എന്താണ്? I/2. എന്ത് I/2 എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ അവർ 5 ആക്കിയെന്ന്, ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? പാതിയാക്കി. ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടിയാക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരത്തെ ഒരു I ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പാതിയാണ് ഇപ്പോൾ അവർ I/2 എന്ന് പറയുമ്പോൾ അവർ പാതിയാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പുതിയൊരു താപമാണ് ഉണ്ടാകുന്നതെന്നുള്ളൊരു സംശയമില്ല. H1 എന്ന് ഇട്ടു. H1 = Iയുടെ സ്ഥാനത്ത് ഞാൻ എന്തോ കൊടുക്കണം? I/2 എന്ന് കൊടുക്കണം. ഓക്കെ, I² എന്നല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും സ്ക്വയർ തന്നെ എഴുതണം അല്ലേ? സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇൻറ്റു R × T. ഓക്കെ, അപ്പം ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യാണ്. സ്ക്വയർ അകത്തേക്ക് വരുമ്പോൾ എല്ലാത്തിനും സ്ക്വയർ വരും അല്ലേ? 2² × R × T. ഓക്കെ, I² ഡിവൈഡഡ് ബൈ 2² എത്ര? 2 × 2 4 RT. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യും? നമ്പർ നമുക്ക് ആദ്യമേ എഴുതാം, അതിനുശേഷം ബാക്കിയുള്ള ഈ ടേംസിനെ അങ്ങോട്ട് എഴുതാം. നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/4 ഇൻറ്റു എന്ത് വരും? I² RT. I² RT എന്തുവാ? ആദ്യം കണ്ട H ആണ് എന്നാണ്. ഓക്കെ, അപ്പം 1/4 I² RT. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞുതരാം. H1 = I² RT എന്താണ്? H ആണ്. അപ്പോൾ അതെഴുതി ഇൻറ്റു 1/4. എന്താണെന്നറിയാമോ? നേരത്തെ ഒരു ഹീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ 4/1 ഇപ്പോൾ ഡെവലപ്പായ താപോർജം ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഒരു ഹീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ 4/1 ഇപ്പോൾ ഡെവലപ്പായിട്ടുള്ള ഹീറ്റ് എനർജി. കണ്ടക്ടറിൽ കറണ്ട് ഞാൻ പാതിയാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു?
നേരത്തെ ഉണ്ടായിരുന്ന ഹീറ്റ് എനർജിയുടെ 4-1 അംശമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് മാറുന്ന ഒരു കാഴ്ചയാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമ്മൾ ആൻസർ ഇവിടെ എഴുതാം. എന്താണ്? H/4. നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം.